വീട്ടുമുറ്റത്തെത്തുന്ന കാട്ടാനകളെ ഭയന്ന് പുറത്തിറങ്ങാൻ പോലും സാധിക്കാതെ പൊറുതിമുട്ടിയിരിക്കുകയാണ് നിലമ്പൂർ എടക്കര അറനാടൻ പാടത്തുകാർ. വനാതിർത്തിയിലുള്ള ഗ്രാമത്തിലാണ് രാവെന്നോ പകലെന്നോ ഇല്ലാതെ ആനകൾ എത്തുന്നത്. ശിവദാസ് കർമ്മനം ശരിക്കുകയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായി. ശിവദാസ് പറയും. രാഖി, വലിയൊരു പ്രയാസത്തിൽ തന്നെയാണ് ഈ നിലമ്പൂർ എടക്കര അറനാടൻ പാടത്തുള്ള പ്രദേശവാസികൾ. കാരണം നിത്യേന എന്നോണം കാട്ടാനകൾ അവരുടെ വീട്ടുമുറ്റത്ത് പോലും ഇങ്ങനെ സഞ്ചരിക്കുന്നതാണ് അവരുടെ ജീവിതത്തെ വലിയ പ്രതിസന്ധിയിലാക്കുന്നത്. പലപ്പോഴും അവർക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട്. കരിയമുരിയം വനാതിർത്തിയിലുള്ള അന്നാടൻപാടം ഗ്രാമത്തിലുള്ള ആളുകൾക്കാണ് ഇത്തരത്തിൽ വലിയൊരു ബുദ്ധിമുട്ട് ഉള്ളത്. കാരണം ഇത് ഒരു വന മേഖലയോട് ചേർന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ കാട്ടാനകൾ നിരന്തരമായി ഈ മേഖലയിലേക്ക് വരുന്നു. പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിൽ ഒക്കെ തന്നെ നിരവധി വീടുകൾ ഉണ്ട്. ആ വീടുകളുടെ മുറ്റത്തേക്ക് വരെ ഇങ്ങനെ പകൽ സമയങ്ങളിൽ പോലും കാട്ടാനകൾ വരുന്നുണ്ട്. ഇത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട്. കുട്ടികൾക്ക് സ്കൂളുകളിലേക്ക് പോലും പോകാൻ കഴിയാത്ത, ആളുകൾക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഇത് വലിയൊരു ബുദ്ധിമുട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മേഖല എന്ന് പറയുന്നത് കൂടുതലും കാർഷിക വൃത്തിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ഇത്തരത്തിൽ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്ന ഒരു പ്രശ്നവും ഇവിടെ ഉണ്ട്. അവരുടെ ഉപജീവന മാർഗം തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ട്. നമുക്കറിയാം, ഈ നിലമ്പൂർ ഭാഗങ്ങളിൽ മുൻകാലങ്ങളിലൊക്കെ തന്നെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു ഭീതിയോടെയാണ് ഈ മേഖലയിലുള്ള ആളുകൾ ഇവിടെ കഴിയുന്നത്. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം വേണം. ശക്തമായ ഒരു ഫെൻസിംഗ് അടക്കമുള്ള സംവിധാനം വനംവകുപ്പിന്റെയും സർക്കാരിന്റെയും ഭാഗത്തു നിന്നും ഇവിടെ അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഈ പ്രദേശവാസികളുടെ നിലവിലുള്ള ഒരു ആവശ്യം. രാഖി, ശരി. കാട്ടാന ഭീതിയിലാണ് ഒരു കൂട്ടം മനുഷ്യർ. എന്തായാലും അവരുടെ ദുരിതം അവർ ജനം ടി വിയുടെ അടക്കം പറയുന്നുണ്ട്. വനാതിർത്തിയിലുള്ള ഗ്രാമമാണ് നിലമ്പൂർ എടക്കര അറനാടൻ പാടത്തുകാർ. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭീതിയിലാണ് അവർ കഴിയുന്നത്. ശിവദാസ് കർമ്മനമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.